ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം നിറച്ചത് അല്ലെങ്കിൽ പഴംപൊരി ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കണേ. വീഡിയോ മിസ്സാകാതെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പഴം നിറച്ചത് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് 2 കപ്പ് മൈദ ആദ്യം എടുക്കാം. നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് പൊടികളെല്ലാം കൂടി ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്യാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം മിക്സ് ചെയ്യാൻ. മാവ് ഈ ഒരു പരുവം വരെ നനച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിൽ നിന്നൊരു ശകലം എടുത്ത് മാറ്റി വെക്കണം. 2-3 സ്പൂണ്. നമ്മുടെ മാവ് ഈ ഒരു പരുവാകുമ്പോൾ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരം അടച്ച് വയ്ക്കാം, റെസ്റ്റ് ചെയ്യാൻ. നേന്ത്രപ്പഴത്തിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് അവൽ വേണേലും എടുക്കാം, ഏത് അവലായാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് തേങ്ങയും പഞ്ചസാരയും കൂടെ ഇട്ട് മിക്സ് ചെയ്താണ്. തോലൊക്കെ കളഞ്ഞ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഒരു കത്തി കൊണ്ട് ഇതുപോലെ നടുവേ ഒന്ന് മുറിക്കണം. മുറിക്കുമ്പം അത് രണ്ടായിട്ട് തുറന്ന് പോവാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അവൽ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറയ്ക്കണം. നിറച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കണം. അത്രയിടത്ത് മാത്രം. നമ്മളിനി നിറച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇതുപോലെ മാവിലേക്ക് നന്നായിട്ട് മുക്കി എടുക്കണം. ഓരോന്നായിട്ട് എല്ലാം ഇങ്ങനെ മുക്കിയെടുക്കുക. എണ്ണ ഇതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മുടെ പഴംപൊരി തയ്യാറാക്കാൻ. നമ്മുടെ പഴം ഒരു സൈഡായിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പഴംപൊരി ഇവിടെ പാകത്തിനായിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം. ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരെണ്ണം എടുത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് മുറിച്ച് ഒരിച്ചിരി കട്ടൻ ചായയുടെ കൂട്ടത്തിൽ നിങ്ങളൊന്ന് കഴിച്ച് നോക്കിക്കേ. ഒരെണ്ണം ഒരു പഴംപൊരി കഴിച്ചാൽ മതി, അത്ര വയറ് നിറയും. നല്ല സ്വാദുമാണ്. നമ്മുടെ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും കൂടെ ഇങ്ങനെയൊക്കെ ഒന്ന് പഴം നിറച്ചൊന്ന് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. നല്ലൊരു 4 മണിക്കൊക്കെ ഒരു ചായക്കടിയേ ഇങ്ങനെയൊക്കെ ഒന്ന് കഴിച്ചാൽ വയറ് നിറയും. അത്ര സ്വാദുമാണ്, അത്ര ടേസ്റ്റുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.